LDF-നേറ്റ തിരിച്ചടികളുടെ കാരണം കണ്ടെത്തി തിരുത്താൻ നടപടി വേണമെന്ന് INL നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. INL നേതാക്കൾ മുസ്ലിം ലീഗിലേക്ക് പോകുമെന്ന പ്രചാരണം തെറ്റാണെന്നും ഇതിനോടൊപ്പമേ എപ്പോഴും നിലനിൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത് LDF യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ LDF-നേറ്റ തിരിച്ചടിയുടെ കാരണം കണ്ടെത്തി അത് തിരുത്താൻ നടപടിയെടുക്കണമെന്ന് INL നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഭിക്കേണ്ട വോട്ടുകൾ പോലും കിട്ടാതെ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടതിന്റെ കാരണം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യ മുന്നണിയുടെ നേട്ടം ആശ്വാസകരമാണെന്നും എന്നാൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ലെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മുന്നണി സംവിധാനത്തിലെ മാറ്റം ചില വർഗീയ സംഘടനകളടക്കം വലതിനൊപ്പം ചേർന്നത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് വർധനവ് ഉണ്ടാകാൻ കാരണമായി. INL നേതാക്കൾ മുസ്ലിം ലീഗിലേക്ക് പോകുമെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ പറഞ്ഞു. ദേശീയ അതുപോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഡീപ്പായ ചില വിലയിരുത്തലുകളും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളൊന്നും പ്രതീക്ഷ പോലെയല്ല മുന്നോട്ട് പോയത്. മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ദേശീയ തലത്തിൽ വളരെ ആശ്വാസകരമായ കുറേ ഫലങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. എപ്പോഴും ഇടതിനൊപ്പം ഉണ്ടാകുമെന്നും വോട്ട് ചോർച്ചയിൽ സംഭവിച്ചതിനെപ്പറ്റി ശരിയായി വിശകലനം ചെയ്ത് LDF യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.